ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവനെ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തി എത്ര വലിയ പ്രശ്നക്കാരനായിക്കോട്ടെ, എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ഒരാളായിക്കോട്ടെ, മിനിറ്റ് വെച്ച് എന്ന് വെച്ചാൽ ഒരു തവണ ചെയ്തവർക്ക് പോലും ഫലം ഉണ്ടായിട്ടുണ്ട്. മിനിറ്റ് വെച്ച് അത്ര വേഗത്തിൽ പെട്ടെന്ന് ഭഗവാൻ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും. അങ്ങനെയുള്ള ശിവൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അയാൾക്ക് സാമ്പത്തികം ഉണ്ടാകുന്നില്ല. ഇനിയും അതല്ല, ചില വ്യക്തികൾ മദ്യപാനം, ലഹരി, എല്ലായിടത്തും പ്രശ്നം, വീട്ടിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, വീട്ടിൽ സമാധാനമില്ല, അങ്ങനെയുള്ള പ്രശ്നക്കാർ, അല്ലെങ്കിൽ ഇപ്പം മക്കൾ, അല്ലെ ഭർത്താവ്, ആരും ആയിക്കോട്ടെ, വഴക്ക്, ബഹളം, മദ്യപാനം ഒക്കെ പ്രശ്നം, പിന്നെ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. ഇനിയും ഈ ഒരു കാര്യം ശിവന് ചെയ്താൽ മതി. ഒരു തവണ ചെയ്തവർക്ക് പോലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ആ വ്യക്തിയെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും, സംശയമൊന്നും വേണ്ട. ഞാൻ പറയുന്ന രീതി വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. കാരണം ചെയ്തവർക്കൊക്കെ അവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. ഇനിയും ഇപ്പം ഈ ഭാര്യയാണേലും പിന്നെ ഭർത്താവുമായിട്ടൊരു ഐക്യക്കുറവ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരു സമാധാനക്കുറവ്, എങ്ങനെയാണേലും അവരുടെ പേര് ചെയ്യാം. ഇനിയും ഭർത്താവാണെങ്കിൽ വഴക്ക്, ബഹളം, പിന്നെ എന്ത് സാമ്പത്തികമായിട്ട് എന്ത് തൊഴിൽ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, മദ്യപാനം, അതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വഴക്ക്, മക്കളാണേലും, ഇതാർക്കു വേണ്ടിയും അവർ നന്നാകാൻ എത്ര വലിയ കുഴപ്പക്കാരാണേലും ഭഗവാൻ നന്നാക്കിയിരിക്കും, സംശയമൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ മുഴുവൻ കാണണം. ഞാൻ ഒന്നിനുമല്ല പറയുന്നത്. കാരണം ഇതുപോലെ ഗുണം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് കൂടുതലും പല വീടുകളിലും മദ്യപാനം, വഴക്ക്, ലഹള, പ്രശ്നങ്ങൾ, ഇതേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു പയ്യനെ കണ്ടപ്പം, ഇന്നലെ തിരുവോണമായിരുന്നു. അപ്പം ആ പയ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഓണമില്ല, അച്ചായം മദ്യപിച്ച് വരും, പറയുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല, പിന്നെ പ്രശ്നങ്ങളാണ്. എനിക്കത് വലിയ വിഷമം തോന്നി. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, എത്രയോ കുടുംബങ്ങൾ തിരുവോണം ഇന്നലെ സന്തോഷത്തോടെ ആഘോഷിച്ചു. എത്രയോ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എത്രയോ കുട്ടികൾ മദ്യപാനം ഉള്ള കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ട്. എത്രയോ വീട്ടിലെ പ്രായമുള്ള ഭർത്താവാണ്, അവരൊക്കെ ആ മദ്യപാനമൊക്കെ നിർത്തി നല്ലൊരു ഐക്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് അനുഭവമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനം ചെയ്യും. ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, എനിക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാം. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, അല്ല 15 മിനിറ്റെങ്കിലും എത്ര ആയിക്കോട്ടെ കാണണം. ഞാനിടുന്ന വീഡിയോ ഒരു രസത്തിന് വേണ്ടിയുള്ള വീഡിയോ ഒന്നുമല്ല, ഒരാളുടെ ജീവിതം മാറ്റുന്ന വീഡിയോ. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ ക്ഷമയോടുകൂടി കാണണം. അത് നിങ്ങളുടെ ജീവിതമാണ് മാറ്റുന്നത്. അല്ലാതെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് ഒരു വീഡിയോ കണ്ടു, നിങ്ങളൊരു രസത്തിന് വേണ്ടി കാണുന്നു, അത് നിങ്ങൾക്കും വലിയ പ്രയോജനം കിട്ടണമെന്നുമില്ല, അത് നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ അങ്ങനെ ധരിക്കരുത്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരേണ്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ രീതി വിളക്ക് കത്തിച്ചവർക്ക് പോലും ലക്ഷങ്ങൾ, വലിയ തുകയാണ്, ലക്ഷങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അതായത് അവർക്ക് കിട്ടത്തില്ലെന്ന് പ്രതീക്ഷിച്ച, അതുപോലെ 8 ലക്ഷം രൂപ കിട്ടാക്കട ഉള്ളവർക്ക് 4 ലക്ഷം ആ പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ തന്നെ കിട്ടി. ആ അനുഭവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ശരിയായിട്ട് വിശദീകരിച്ച് പറയുന്നതുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ദയവായിട്ട് വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. 24 മണിക്കൂറുള്ളതിൽ ഒരല്പസമയം നിങ്ങളുടെ ജീവിതത്തിലെ ഗുണം ഉണ്ടാകുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. ഇതങ്ങനെയുള്ള വീഡിയോ, അല്ലാതെ ഒരു രസം ഉള്ള വീഡിയോയോ കൗതുകമുള്ള വീഡിയോ ഒന്നുമല്ല. ജീവിതം തലവരെ മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ഓരോ പ്രാണനിലും ഞാൻ ആ പ്രാർത്ഥനയോടുകൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് കൂടാതെ ഈ നിലവിളക്കിൻ്റെ വടക്ക് കിഴക്ക് ദീപത്തെ നോക്കി നാരായണൻ്റെ ഓം നമോ നാരായണ ഒരു പ്രത്യേക രീതിയിൽ ജപിക്കേണ്ട കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓം നമോ നാരായണയുടെ ചില രഹസ്യം പറയുന്നുണ്ട്. ഈ ശിവൻ്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പം നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നടക്കേണ്ടി വരും. നമുക്കൊരു പിടിപാടോ നമുക്ക് ആ ഒരു സാമർഥ്യമോ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്.
അവരൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം സാധിച്ചു കിട്ടാനൊക്കെ താമസം വേണ്ടി വരും. അതിന് ഭദ്രകാളിയുടെ ഒരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദയവായിട്ടൊരു അല്പനേരം ക്ഷമയോടെ കാണണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. അത് നമുക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ എന്നെ വഴി വെച്ച് കാണുമ്പോഴും വാട്സപ്പിൽ എത്രയോ ആളുകളാണ് മെസ്സേജ് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത്. എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷമാണ് ശിവൻ. ഞാൻ അകവും പുറവും ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആളാണ്. 24 മണിക്കൂർ ഊണിലും ഉറക്കത്തിലും എല്ലാം ശിവനാമ ജപിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ മുഴുവൻ കാണണം. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പുറകെ നടക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിലവഴിക്കുക. ഇതെന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. എല്ലാ വീടുകളിലും സന്തോഷവും സമൃദ്ധിയും സമ്പത്തും. ഓരോ വീട്ടിലെയും കുട്ടികൾ ഇപ്പോൾ ഓണത്തിന് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് വഴക്കും ബഹളവും ഒക്കെയാണ്. അതായത് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മദ്യം കഴിക്കണം, മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കണം, ഇതൊക്കെ ഓണമെന്നാണ് ധരിച്ചിരിക്കുന്നത്. അത് ഏത് വിശേഷ ദിവസമാണേലും എന്തൊരു കഷ്ടമാണെന്നറിയോ. മദ്യം കഴിക്കുന്നവർക്കല്ല, അത് മറ്റുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ട് വരുന്നത്. അല്പം മദ്യം കഴിച്ചു, കിടന്നുറങ്ങി, ആർക്കും ശല്യമില്ല, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് മദ്യം കഴിക്കുക, വീട്ടിൽ ബഹളം ഉണ്ടാക്കുക, നാട്ടിൽ ബഹളം ഉണ്ടാക്കുക, നല്ലൊരു വിശേഷ ദിവസം പ്രശ്നം ഉണ്ടാക്കി അത് വല്ലാതാക്കുക, ഇതൊക്കെ എത്ര ഒരു കഷ്ടമായ കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊരു ആചാരം പോലെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറണം. ഈ വ്യവസ്ഥിതി, ഈ ഇപ്പോഴത്തെ ആളുകളുടെ ഈ ഒരു രീതികളൊക്കെ മാറണം. അപ്പോൾ എല്ലാ വീട്ടിലും സമാധാനം സന്തോഷം ഉണ്ടാകണം. ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു പയ്യൻ എന്നോട് ഇന്നലെ പറഞ്ഞു, ചേട്ടാ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓണമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ദയവായിട്ട് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ശിവൻ്റെ കാര്യം പറഞ്ഞുതരാം. കാരണം എൻ്റെ മനസ്സിന് അതുപോലെ എനിക്ക് വിഷമമുണ്ടായി. കാരണം ചേട്ടാ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓണമില്ല. ഈ പയ്യൻ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. 23-24 വയസ്സ് കാണും. ആ പയ്യനെ കൊണ്ട് ആ കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ അവനെ ജോലിയും ചെയ്യണം. വീട്ടിൽ വന്നു കഴിയുമ്പം പിന്നെ ചിലപ്പം അച്ചായം മദ്യപിച്ച് വന്നു കഴിഞ്ഞ് എപ്പോഴും അല്ല, എന്നാലും ഇതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. മദ്യപാനത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ബോധം നഷ്ടപ്പെടും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മദ്യപിച്ച ആളുകൾ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നു? എന്തുകൊണ്ടാണ്? അവർക്ക് സ്ഥലകാല ബോധം ഇല്ലാതാകുന്നു. ഇത് തലച്ചോറിലെ ആ ഒരു കെമിക്കൽസിനെയാണ് ബാധിക്കുന്നത്. ബോധം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കാണുന്നവരോട് വഴക്കുണ്ടാക്കുന്നതും. എല്ലാവരുമല്ല, കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കുഴപ്പക്കാരല്ല, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലർക്ക് കഴിച്ചു കഴിയുമ്പോൾ അത് നാട്ടുകാരോട് വഴക്കുണ്ടാക്കണം, വീട്ടുകാരോട് വഴക്കുണ്ടാക്കണം, റോഡിൽ കിടന്ന് ഉറങ്ങും, ബോധം പോകും. ഇപ്പം പല ദാമ്പത്യ പ്രശ്നങ്ങളെയും ആഴത്തിലേക്ക് പരിശോധിച്ചാലും മദ്യപാനം ഒരു വിഷയം തന്നെയാണ്. പല ദാമ്പത്യമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളെയും എല്ലാം അതൊരു വണ്ടികൾ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ പരിശോധിച്ച് നോക്കിയാൽ പലരും ആ ദിവസങ്ങളിൽ ചിലപ്പോൾ മദ്യവെച്ച് കൊണ്ട് വിശേഷ ദിവസങ്ങളിലും ഒക്കെ ഓടിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒരു പയ്യനെ ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടായി, അത് ട്രെയിൻ മുട്ടി മരിച്ചു കഴിഞ്ഞ് ഞാനവിടെ കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നോര് പറഞ്ഞു കേട്ടതാണ്. ആ പയ്യൻ അമിതമായ മദ്യമായിരുന്നു. എന്നിട്ട് ട്രെയിലർ പാളത്തെ കൂടെ നടന്ന് ഫോൺ വിളിച്ചു നടന്നു വന്നു. അങ്ങനെ ഒരു വണ്ടി വന്നതോ മാറാനോ ഒന്നും ബോധമില്ല. അതുപോലെ ഞാൻ വേറെ ഒരിടത്ത് ഇതുപോലെ പറഞ്ഞ് കേട്ടതാണ്. ഒരാൾ നല്ല ഗൾഫിൽ ജോലിയുള്ള ആളായിരുന്നു. പുള്ളി ഇവരൊന്നും ദിവസം മദ്യപാനികളൊന്നും അല്ല. പക്ഷെ ഒരു നിമിഷം മതി ജീവിതം മാറാൻ. അയാൾ നാട്ടിൽ വന്നപ്പം ആരാണ്ടര കല്യാണത്തിന് കൂടാൻ പോയതാണ്. അവിടെ എല്ലാവരും കൂടി കമ്പനി അടിച്ചു, വെള്ളമടിച്ചു കഴിഞ്ഞ് ഈ അങ്ങോട്ട് ബൈക്കിലാണ് പോയത്. അപ്പോൾ ഇങ്ങോട്ട് ആരും കൊണ്ടുവിടാനില്ല. ഈ വെള്ളമടിച്ചിയുടെ പ്രത്യേകത അതാണല്ലോ. അടിച്ചു കഴിഞ്ഞാൽ ബോധം പോകും. അടിക്കുന്നവൻ്റെ എല്ലാം ബോധം പോകുമല്ലോ. പിന്നെ അതാണ് എൻ്റെ ഒരു കുഴപ്പം. പുള്ളി ആ വണ്ടി ഓടിച്ച് തിരിച്ചു വന്ന വഴിക്ക് ഏതാണ്ട് പോസ്റ്റൽ ഇടിച്ചോ മരിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒറ്റ ദിവസത്തെ മദ്യപാനം ആ കുടുംബം അനാഥമാക്കിയത്. പിന്നെ ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഓഫീസിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ താഴേക്കുള്ള ഒരു പുള്ളി, അത് കഴിഞ്ഞ ഓണത്തിനായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്, എനിക്കറിയാവുന്ന ആളാണ്, എല്ലാവർക്കും ഉപകാരിയാണ്. പുള്ളി ഒരു മദ്യപാനിയേ അല്ല. പക്ഷേ ഇതുപോലെ പുള്ളി മദ്യം കുടിച്ചു കഴിയുമ്പം വിശേഷ ദിവസങ്ങളിൽ ആ കണ്ടമാനം കുടിക്കും. അപ്പോൾ പുള്ളി ഒരു വണ്ടിയെ വന്നു വെച്ച് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഇറക്കമുണ്ട്, അവിടെ തലയും കുത്തി മറിഞ്ഞ് താഴെ കിടക്കും. അപ്പോൾ ഈ വണ്ടി ഓവർ സ്പീഡിലൊക്കെയാണ്. വണ്ടിക്ക് അറിയത്തില്ല, മദ്യപിച്ച് വണ്ടി ഓടിച്ച് ബോധമില്ല, വണ്ടിക്ക് അതറിയാനുള്ള ഇതുമില്ല. അതുമല്ല എതിരെ വരുന്നവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുത്തം ബോധം ഇല്ലാതെ കൊണ്ടൊരു വണ്ടി ഇടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇല്ലാതെ ഒരു കുടുംബം അനാഥമാകുന്നത് ഒരു നിമിഷത്തെ ഒരു കാര്യം കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ജീവിതമാണ് തിരിച്ചു പിടിക്കുന്നത്.
ഒരു കുടുംബമാണ് ചിലപ്പോൾ അനാഥമാകുന്നത് ഒരു വ്യക്തി തീരുമ്പോൾ. അപ്പോൾ എത്രയോ കുട്ടികൾ എത്രയോ ഇത് മദ്യലഹരിയിലൊക്കെ വണ്ടി ഓടിച്ച് എത്രയോ ഗ്രഹനാഥ അല്ലെ ഒരു വീട് ഒരാളെ കൊണ്ട് കഴിയുന്ന അങ്ങനെയുള്ളവർ എത്രയോ വീടുകൾ അനാഥമാകുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ വ്യക്തി താഴെ വീണ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് ഈ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. അപ്പം ഞാനല്ല താഴോട്ട് ഓടിച്ച് എല്ലാവരും വേണ്ടി ഇറങ്ങിയതാണ്. വേറെ ആൾ എഴുന്നേൽപ്പിച്ചു പുള്ളിയെ. എന്നിട്ട് പുള്ളിക്ക് ഇപ്പം ആ വണ്ടി ഓടിച്ച് തന്നെ പുള്ളിക്ക് നേരെ ചങ്ങനാശ്ശേരിക്ക് പോകണം. പുള്ളി വാശി പിടിച്ച് ആ വണ്ടിയെ തന്നെ ഓടിച്ച് പുള്ളി പോയി. കാരണം ഈ മദ്യലഹരിയിൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ബോധമില്ലാതാകുന്നുള്ള ബ്രെയിനിലെ ചില കെമിക്കൽസിനെ ബാധിക്കുന്നുള്ളതാണ് ബോധം നഷ്ടപ്പെടുന്നത്. അത്ര തീവ്രമായ നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മളുടെ ജീവിതം ഇല്ലാതാക്കുന്ന. പക്ഷെ ആ പുള്ളി ചങ്ങനാശ്ശേരിക്ക് പോയി, വണ്ടി വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ പുള്ളി ബോധത്തിൽ ഇരുന്നപ്പോൾ പുള്ളിയെ കണ്ട് സംസാരിച്ചപ്പം പുള്ളി മദ്യം കഴിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവർ മദ്യം ലഹരി വിട്ട് കഴിയുമ്പോൾ അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല ആളുകൾ. അയ്യോ അത് കുഴപ്പമില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അത് ഞാൻ ഇച്ചിരി കൂടുതൽ കഴിച്ചതാണ്, ഇനി ഞാനത് ചെയ്യത്തില്ല, ഇതാണ് പറയുന്നത്. പക്ഷേ അത് പിന്നെ ആവർത്തിക്കും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കാരണം അത് ബ്രെയിനിലെ കെമിക്കൽസിനെയാണ് ബാധിക്കുന്നത്. ആ ടെൻഡൻസി ഉണ്ടാകും. ഇവരുടെ കഴിഞ്ഞാൽ പിന്നെ ആവർത്തിക്കാനുള്ള പ്രവണത ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ശിവന് ചില വഴിപാടുകൾ ചെയ്താൽ, നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ ഒരുപാട് വ്യക്തികൾ മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. അല്ലാതെ അറ്റമൂലം കേട്ടിട്ട് ചെയ്യരുത്. കാരണം ഞാൻ ഇതിൻ്റെ അത് ചില കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുണ്ട്, പക്ഷേ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മുഴുവൻ കേൾക്കണം. മുൻവിധിയോടുകൂടി കേൾക്കരുത്. ചില കാര്യം കേട്ട് കഴിയുമ്പോൾ ഇത് ഇന്നാളെ സൂചിപ്പിച്ചാണല്ലോ എന്ന് വിചാരിക്കരുത്. പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു പ്രത്യേക രീതിയിൽ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചില രഹസ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ കേൾക്കണം. ഒരു 10-25 മിനിറ്റ് അതിനുവേണ്ടി പോട്ടെ. നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യമാണ് ഞാനിത് പറയുന്നത്, സത്യസന്ധമായിട്ടാണ്. അതായത് ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ആരാണോ പ്രശ്നക്കാരൻ, മദ്യപാനി ആയിക്കോട്ടെ, വഴക്കാളി ആയിക്കോട്ടെ, അവനെ ഏത് പ്രശ്നം ഉണ്ടാക്കുന്നവരായിക്കോട്ടെ, നന്നായിട്ട് മിടുക്കനാകും, നല്ല സ്വഭാവമാകും, അവൻ്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഐശ്വര്യവും ഉയർച്ചയും സമ്പത്തും എല്ലാം ഉണ്ടായി വരും. ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു ഭർത്താവ് മോശം സ്വഭാവമാണ്, അല്ലെങ്കിൽ മക്കൾ മോശം സ്വഭാവമാണ്, മദ്യപാനാണ്, അവരെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല അതിൻ്റെ രീതി. ഈ മോശം സ്വഭാവമുള്ള വ്യക്തികൾ നല്ലവരായാൽ അവരായിരിക്കും ഏറ്റവും മിടുക്കന്മാർ. കാരണം അവർക്ക് മോശം കാര്യങ്ങളിലൂടെ പോയി അവർക്കത് എന്താണെന്ന് അറിയാം. അവർക്കൊരു മാറ്റം മനസ്സിലുണ്ടായാൽ അവർ ഏറ്റവും മിടുക്കന്മാരായിരിക്കും. ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ. നമ്മൾ ആരും ഉപേക്ഷിക്കുന്നതിലല്ല കാര്യം, അവരെ നന്നാക്കി എടുക്കുന്നതില കാര്യം. ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതിന് ചില ഈശ്വരീയമായ ചില കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ചെയ്താൽ മതി. അപ്പോൾ വെള്ളിയാഴ്ച അതാണ് പറഞ്ഞു തരുന്നത്. ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്, എല്ലാം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ആരാണോ പ്രശ്നക്കാരൻ അവരുടെ പേരിൽ ജലധാര, മൃത്യുഞ്ജയാർച്ചന. ജലധാരയ്ക്ക് ചിലപ്പം വെളുപ്പിനെ ചെയ്യേണ്ടി വരും. പിന്നെ മൃത്യുഞ്ജയാർച്ചന, ജലധാര ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന രീതി ചെയ്യണം. ആ രീതി ചെയ്തവർക്കൊക്കെ ജീവിതം മാറിയിട്ടുണ്ട്. അല്ല ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഉപദേശിച്ച് നോക്കുക, എത്ര പേര് മാറുമെന്നറിയാം. ആരും മാറാൻ പോകുന്നില്ല. എനിക്കറിയാം, എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറയും. അല്ലെ ചിലർ പറയും ഞാൻ ഇനി നന്നായിക്കോളാം. ചുമ്മാ പറയുന്നത്. അങ്ങനെയുള്ളവർ ഏറ്റവും പ്രശ്നക്കാർ. നമ്മൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അംഗീകരിക്കുന്നവർ നമ്മളെ ശരിക്കും പറ്റിക്കുക. അങ്ങനെയുള്ളവർ ഏറ്റവും പ്രശ്നക്കാർ. ചെയ്യാം. ഇപ്പം ഞാൻ ചിലരോട് ചില വഴിപാട് പറയുമ്പോൾ പറഞ്ഞു തരുന്നതിന് ചെയ്യാം. അവർ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചിലർ പറയും അങ്ങനെയാണോ ഇങ്ങനെയാണോ വിശദമായിട്ട് ചോദിക്കുക. അവർ ചെയ്യും. ഈ എല്ലാ എസ് എന്ന് പെട്ടെന്ന് മൂളുന്ന വരെ നമ്മളെ ശരിക്കും പറ്റിക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. പിന്നെ ചിലരുണ്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞാൻ പല സ്വഭാവക്കാരെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. വെള്ളിയാഴ്ച ഒന്നുകൂടെ പറയാം. വെള്ളിയാഴ്ച രാവിലെ ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന. ഇനിയും ശനിയാഴ്ച വൈകിട്ട്, വെള്ളിയാഴ്ച, ക്ഷമിക്കുക, അറിയാതെ പറയുമ്പോൾ മാറിപ്പോകുന്ന, കാരണം ഇത് ഓർത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. വെള്ളിയാഴ്ച രാവിലെ ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന. ആരാണോ കുഴപ്പക്കാരൻ അവരുടെ പേര്. വെള്ളിയാഴ്ച വൈകിട്ട് ശിവന് മൃത്യുഞ്ജയാർച്ചന. ഭഗവാന് ഭസ്മം, ഒരു കൂട് ഭസ്മം, 10 രൂപയുടെ ഒരു കൂട് ഭസ്മം മേടിച്ച് പൊട്ടിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. എന്നിട്ട് തിരുമേനിയോട് പറയുക, നാളും പേരും പറഞ്ഞ് ഇത് പ്രാർത്ഥിച്ച് ആ ഭസ്മം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. ശിവലിംഗത്തിൻ്റെ താഴെ സമർപ്പിക്കാൻ പറയണം. ഇത് വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ഒരു തവണ ചെയ്തവർക്ക് പോലും മാറ്റം ഉണ്ടായ കാര്യമാണ്. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, സമയങ്ങളാകുന്നുള്ളൂ. പക്ഷെ ഭഗവാനെ വിശ്വസിച്ച് ചെയ്തവരെല്ലാ കുടുംബങ്ങളും മാറിയിട്ടുണ്ട്, വ്യക്തികൾ മാറിയിട്ടുണ്ട്.
ഇനി ഇത് സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. ഇനി ഇത് വെള്ളി ശനിയും ചെയ്താലും വെള്ളി ശനി തിങ്കൾ ഈ 3 ദിവസങ്ങളിൽ ആവർത്തിച്ചാലും ഏറ്റവും നല്ലതാണ്. ഇനി പറ്റിയില്ല വെള്ളിയാഴ്ചകളെങ്കിലും ആവർത്തിക്കണം. വെള്ളി ശനി തിങ്കൾ 3 ദിവസങ്ങളിൽ ആവർത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളെങ്കിലും ആവർത്തിക്കുക. ഇനി ചില ക്ഷേത്രങ്ങളിൽ ചിലർ പറയാറുണ്ട് വൈകിട്ട് മൃത്യുഞ്ജയാർച്ചന ഇല്ലെന്ന്. അപ്പോൾ അത് ഇല്ലാത്തിടത്ത് ഏത് ക്ഷേത്രമാണെങ്കിൽ അവിടുത്തെ രീതി നമ്മൾ അംഗീകരിക്കുക. അവിടെ നമ്മളൊന്നും പറയാൻ പോകണ്ട. ഒന്നുകിൽ പറ്റുന്നിടത്ത് ചെയ്യുക, അല്ലെങ്കിൽ മൃത്യുഞ്ജയാർച്ചന വൈകിട്ട് ചെയ്യാത്ത ക്ഷേത്രമാണെങ്കിൽ ശംഖാഭിഷേകം മൃത്യുഞ്ജയാർച്ചനയ്ക്ക് പകരം ചെയ്യുക. പിന്നെ ഭസ്മം ഭഗവാനെ പൊട്ടിച്ചിട്ട് വേണം, അല്പം പൊട്ടിച്ചിട്ട് ഓം നമഃശിവായ ജപിച്ച് ആ വ്യക്തി ഏത് വ്യക്തിയാണ് ആ വ്യക്തിയെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മാറ്റം ഉണ്ടാകണം. നല്ല ഭഗവാനെ നല്ല സ്വഭാവം, എല്ലാ ഐശ്വര്യങ്ങളും, ആയുരാരോഗ്യ സമ്പത്തും, നല്ല ഐശ്വര്യങ്ങളും നല്ല സ്വഭാവം എല്ലാം ഉണ്ടായി വരണം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഓം നമഃശിവായ ജപിച്ച് ആ വ്യക്തിയെ ചിന്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓം നമഃശിവായ ജപിച്ചാൽ മതി, വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. എന്നിട്ട് ആ വ്യക്തി നടക്കി ഭസ്മം വെക്കുന്ന തിരുമേനോട് പറയണം, തിരുമേനി ഈ ഭസ്മം ഭഗവാന്റെ പാദത്തിൽ വെക്കണം, ഇന്ന ആളുടെ നാളും പേരും പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് വെച്ചേക്കണം എന്ന് പറയണം. ദക്ഷിണയും കൂടെ തിരുമേനിക്ക് കൊടുക്കണം. ഇതിങ്ങനെ ചെയ്താൽ മതി. മൃത്യുഞ്ജയാർച്ചന വൈകിട്ട് ഇല്ലാത്തടത്ത്, മൃത്യുഞ്ജയാർച്ചന വൈകിട്ട് നമ്മുടെ ഇവിടെയൊക്കെ അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യും. മൃത്യുഞ്ജയാർച്ചന ചെയ്യുന്നിടത്ത് അത് തന്നെ ചെയ്യുക. വൈകിട്ടും മൃത്യുഞ്ജയാർച്ചന ഈ പറയുന്ന രീതി ചെയ്യണം, തെറ്റിക്കരുത്. തെറ്റിച്ചാൽ ഫലം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. രാവിലെ ജലധാര മൃത്യുഞ്ജയാർച്ചന. ഇനിയും ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈകിട്ട് മൃത്യുഞ്ജയാർച്ചന, ഭസ്മ സമർപ്പണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ തിരുമേനോട് പറയണം. ഭസ്മ അല്പം പൊട്ടിച്ച് വേണം നിങ്ങൾ വെക്കാൻ. ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉള്ളിടത്താണെങ്കിൽ വൈകിട്ട് ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യുക. ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേര് നാൾ ഒരു രസീതിലെടുത്ത് പെട്ടെന്ന് മാറ്റം വരും. അപ്പം ഇത് വൈകിട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും മൃത്യുഞ്ജയാർച്ചന ഇല്ലാത്തടത്ത് പകരം ശംഖാഭിഷേകം ചെയ്താൽ മതി. വൈകിട്ട് രാവിലെ എല്ലായിടത്തും മൃത്യുഞ്ജയാർച്ചന ചെയ്യും. ഇനി മൃത്യുഞ്ജയാർച്ചന എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചിലർ വിചാരിച്ചിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ പിന്നെ ആയുർദോഷത്തിന് വേണ്ടിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ മൃത്യുഞ്ജയാർച്ചന എല്ലാമാണ്, എല്ലാത്തിനും ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. അതായത് മൃത്യുഞ്ജയാർച്ചന ഇപ്പം മൃത്യുഞ്ജയാർച്ചന ത്രയംബകം അല്ലേ? ഓം ത്രയംബകം യജാമഹേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരുക്കമിവ ബന്ധന മൃത്യുയോർ മുക്ഷീയ മാമമൃത. അതായത് ഒരു വെള്ളരി അതിൻ്റെ വള്ളിയിൽ നിന്ന് അത് സ്വയമേവ പാകമായിട്ട് സ്വയമേവ അതിൽ നിന്ന് അടർന്നു വീഴുന്ന പോലെ ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു ജീവിതാന്ത്യം, ഒരു മരണം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പെടുമരണമോ ഒരു അപകട മരണമോ ഒന്നും ഉണ്ടാകാതെ ഈശ്വരൻ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ള ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഇത് ആയുസ് നൽകുന്നതാണ്. അപകടമരണം, ദുർമരണങ്ങൾ, പെടുമരണങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നതാണ്. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ മുൻജന്മ പാവങ്ങൾ തീർക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്, നമ്മളുടെ സ്വഭാവം മാറുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധി തെളിയും, സ്വഭാവം മാറും. അപ്പം മൃത്യുഞ്ജയാർച്ചന അതിനൊക്കെ നല്ലതാണ്. മൃത്യുഞ്ജയാർച്ചന കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പല രീതിയിൽ ചെയ്യാവുന്ന വിധി പല 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 കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ കടുക് എള്ള് മൃത്യുഞ്ജയാർ, ഇപ്പം നീരാഞ്ജനം മൃത്യുഞ്ജയാർച്ചന, മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് നീരാഞ്ജനം ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അല്ല, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് മൃത്യുഞ്ജയാർച്ചന വൈകിട്ട് ചെയ്തവർക്ക് ഫലമുണ്ടായിട്ടുണ്ട്. മലബാറിലോട്ടൊക്കെ ചെന്ന ചില ക്ഷേത്രങ്ങളിൽ വൈകിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ രീതി എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ അംഗീകരിക്കുക. അവിടെ ശംഖാഭിഷേകം മൃത്യുഞ്ജയാർച്ചനയ്ക്ക് പരമായിട്ട് ചെയ്താൽ മതി. പക്ഷേ മൃത്യുഞ്ജയാർച്ചന നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. പറയാൻ മനസ്സിലായി. അപ്പോൾ അത് ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിലെ പല കാര്യങ്ങളും ചിലപ്പം അതങ്ങനെ അത് കൂടുതൽ അനുഭവങ്ങളിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ ചെയ്യണം. ഇത് വെള്ളിയാഴ്ചകൾ ചെയ്യണം. പിന്നെ ശനിയും തിങ്കളൂടെ ചെയ്താൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലെങ്കിലും ആവർത്തിക്കണം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. അതിൽ വ്യത്യാസം വരുത്തരുത്. ഇനി ഇത് നേരിട്ട് പോയി ചെയ്യാൻ പറ്റാത്തവർ തലേ ദിവസത്തെ തിരുമേനിയെ പറഞ്ഞ് ഏൽപ്പിച്ച് ദക്ഷിണയും കൂടെ കൊടുത്ത് രസീത് കൂടെ എടുത്ത് എല്ലാം ശരിയാക്കി വെച്ചാൽ ശരിയായിട്ട് നല്ലതായിട്ട് ചെയ്യുന്ന ഒരു കർമ്മിയാണെങ്കിൽ, ഒരു തിരുമേനിയാണെങ്കിൽ, നല്ലതായിട്ടുള്ള ഒരു ക്ഷേത്രവുമാണെങ്കിൽ
അങ്ങനെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്, അനുഭവമാണ് പറയുന്നത്. നേരിട്ട് പോയി അല്ലാതെ ചെയ്യിച്ചവർക്കും അവരുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ഐക്യം, അതുപോലെ സ്നേഹം, സന്തോഷം, സമാധാനം. കാരണം അടി പിടി ഇടി ബഹളം, മദ്യപാന ലഹരി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇത് ചെയ്ത് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. ഞാനീ പറയുന്ന നിമിഷം ഈ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു ചെയ്ത് പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇപ്പം ഞാനൊരു വഴിപാട് ഭദ്രകാളിക്ക് പറഞ്ഞു, 8 ലക്ഷം രൂപ കിട്ടാനുള്ളവർക്ക് കിട്ടാക്കടം 4 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ അത് വഴിപാടായതുകൊണ്ടാണ്, അത് ചെയ്യേണ്ട രീതി കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടുമല്ലോ എന്നറിയാം. ഞാൻ വിശദമായിട്ട് പറയുന്നതിനകത്ത് കാര്യം കിടക്കുന്നത്, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ അറ്റവും മൂലം കാണരുത്. അത് മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ തലയോര തന്നെ മാറും. അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനിയും ലളിതമായ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് ഞാൻ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുള്ള ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞുതരാം. നിങ്ങളെ ആരും കൂടുതലിട്ട് നടത്തത്തില്ല, അതിനുള്ള പണി പറഞ്ഞുതരാം. അപ്പം അതിനു മുമ്പ് ഈ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന ഇനി ഒരു കാര്യമാണ്. ഇപ്പം ശിവൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ പറഞ്ഞത്, ഇനി വീട്ടിൽ ചെയ്യാവുന്ന. നമ്മളെല്ലാം വിളക്ക് കത്തിക്കുന്നവരാണ് വീട്ടിൽ. കത്തിക്കത്തില്ലേ, കത്തിക്കണം. വിളക്കിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. പക്ഷേ ആ വീഡിയോ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പുറകോട്ട് പോയി കാണുക. നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കണം, 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കണം. അപ്പോൾ ഒരു ഊർജം പ്രസരിക്കുന്നുണ്ട്. ആ ഊർജം നമ്മൾ 1 തിരിയിട്ട് പ്രസരിക്കുന്നതിനേക്കാൾ കൂടുതൽ 5 തിരിയിട്ട് ഊർജം പ്രസരിക്കും എന്നുള്ളതാണ്. അത് നമ്മളെ ചുറ്റും വീട് മുഴുവൻ വ്യാപിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ പ്രാണശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ ബലപ്പെടുത്തുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയെല്ലാം പോകുന്നുണ്ട് നമ്മൾ അറിയാതെ. നമ്മുടെ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്, വിത്തൗട്ട് യുവർ പെർമിഷൻ, നമ്മുടെ അനുവാദം വേണ്ട. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അത് ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉറങ്ങുന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും പോകുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലൊന്നുമല്ല, അതൊക്കെ തോന്നലാണ്. അപ്പം ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ഉള്ളിലുള്ള ആ സൂക്ഷ്മ ബോധം, അതിൽ ആണ് ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാകും. ഇതുപോലെ ഈ ഓട്ട് വിളക്കിനകത്ത് 5 തിരിയിട്ട് എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കണം. കത്തിക്കുമ്പോൾ 1 തിരി ഇടുന്നതിനെക്കാട്ടിലും 5 ഇരട്ടി ഊർജം 5 തിരി ഇടുമ്പോൾ ചുറ്റും വ്യാപിക്കും. 1 തിരി ഇടുമ്പോൾ ചുറ്റും ആ ചെറിയ രീതിയിലേ വ്യാപിക്കത്തുള്ളൂ. 5 വശത്തേക്കും, കിഴക്കേ വടക്കേ പടിഞ്ഞാറ് തെക്ക്, ഈ 5 ഭാഗത്തേക്കും 5 ദിക്കിലേക്കും ഊർജം നല്ല രീതിയിൽ പ്രസരിക്കും എന്നുള്ളതാണ്. 5 തിരി ഇടുമ്പോൾ അവിടെ ലാഭമൊന്നും നോക്കണം. 5 തിരി തന്നെ ഇടണം. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം. എള്ളെണ്ണ ഒഴിച്ചിട്ട് തിരിയിടണം. 2 തിരി കൂട്ടിയിടരുത്, ഒറ്റ തിരിയായിട്ട് ഇടണം. ചെയ്ത് നോക്ക്. ഞാൻ ചെയ്ത് വിളക്ക് കത്തിച്ചവർക്ക് തന്നെ വലിയ സാമ്പത്തികം വന്ന അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ തുകയാണ് അവർക്ക് കിട്ടാനുള്ളത്, കിട്ടിയിട്ടുണ്ട്. അത്രയും മാത്രം ചെയ്തവർക്ക്. കാരണം അത് കൃത്യമായതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ശരിയായിട്ടൊരു കാര്യം ചെയ്താൽ നമുക്ക് അനുഭവം ആകുമ്പോൾ നമുക്കത് മനസ്സിലാകും ശരിയാണ്. അല്ലാതെ നമ്മൾ എത്ര അതിനെക്കുറിച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം അനുഭവമാണ്. അപ്പം ഞാനതല്ല പറയുന്നത്. ഇനിയും ഈ വിളക്കിൻ്റെ ഓരോ തിരിയും കത്തിക്കുമ്പോഴും മന്ത്രം ജപിക്കണം, കെടുത്തുമ്പോഴും ജപിക്കണം, തിരി താഴ്ത്തേക്ക് കെടുത്തണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് സർവമംഗളമംഗല്യേ ഓം നമോ നാരായണായ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഓം കൃഷ്ണായ നമ, ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. അവസാനം വീണ്ടും ഓം കൃഷ്ണായ നമ. ഇത്രയെങ്കിലും ജപിക്കണം. കാരണം ഈ ഊർജത്തോടൊപ്പം ശബ്ദം എന്ന് പറഞ്ഞ എനർജിയാണ്. നമ്മളൊക്കെ യോഗ പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്, നാദബ്രഹ്മം, നാദലയം എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. ഇങ്ങനെയുള്ള അകത്ത് നാദത്തിൽ നവധാരങ്ങളും അടച്ച് നാദത്തിൽ ലയിക്കുന്നൊരു വിദ്യയുണ്ട്. ഈ നാദബ്രഹ്മം, നാദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ശിവന്റെ ഉടുക്കി കാണിച്ചിരിക്കുന്ന അതാണ് നാദബ്രഹ്മം. അപ്പോൾ ഈ മന്ത്രജപത്തിലൂടെ, കൊണ്ട് ഉച്ചരിക്കുന്നതിലൂടെ ഈ വിളക്കിലെ ഊർജത്തോടൊപ്പം ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഊർജ്ജവും കൂടെ ചുറ്റും വ്യാപിക്കുമ്പോഴാണ്. കാരണം ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജം നിങ്ങളുടെ ഊർജ്ജമാണ്. അത് ആ വിളക്കിൽ നിന്ന് ഒരു ഊർജ്ജമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആ ഒരു ഊർജ്ജത്തിൻ്റെ പ്രവാഹം ഉണ്ടായി സൂക്ഷ്മ ശരീരത്തിൽ ബലപ്പെടും. അതുകൊണ്ടാണ് വീട്ടിൽ രാവിലെ പോയിട്ട് വിളക്ക് കത്തിക്കണം, 5 തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത്. ഇതറിഞ്ഞാൽ, ഇത് ഞാനീ പറയുന്ന പോലെ അറിഞ്ഞാൽ നിങ്ങളത് ചെയ്യും. അല്ലാതെ ചുമ്മാ ഈ അവിടെ ഇവിടെ വായിക്കുന്ന കേട്ടാൽ നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയാണ്.
ഇത് കറക്റ്റാണ്. കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയും, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. കാരണം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും രാവിലെ പോയിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട്. അത് ഇവിടെ അല്ല, ഈവൻ ജപ്പാനിൽ പോലും ഉള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള നമ്മുടെ ഫോളോവേഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവിടെ അവർ വിളക്ക് കത്തിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ്? അവർക്കത് ബലം ഉണ്ടായതുകൊണ്ടാണ്, അല്ലാതെ അല്ല. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഈ വിളക്കിൻ്റെ വടക്ക് കിഴക്കുള്ള തിരിയെ നോക്കി ഓം നമോ നാരായണായ ജപിക്കണം. ഏത് വ്യക്തിയാണോ നന്നാകേണ്ടത് അന്ന് ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ. ഉറപ്പായിട്ടും ആ വ്യക്തി മാറും. സന്തോഷത്തോടെ ജപിച്ചാൽ മതി. നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമില്ലേ, ആ സന്തോഷത്തോടെ. കാരണം ആ സന്തോഷമായി ഈശ്വരൻ. ഉള്ളിലുള്ള ഒരു സന്തോഷമുണ്ട്, അത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് അങ്ങനെ സന്തോഷം വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾ ആ സന്തോഷം ഉണ്ടാക്കണം. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം സന്തോഷത്തോടെ വിളക്കിൻ്റെ വടക്ക് കിഴക്കേ തിരിയെ നോക്കി, ആ ദീപനാളത്തെ നോക്കി ആരാണോ നന്നാകേണ്ടത് ആ വ്യക്തിയെ ചിന്തിച്ച് സന്തോഷത്തോടെ, ഒന്നും പ്രാർത്ഥിക്കണ്ട, സന്തോഷത്തോടെ ഓം നമോ നാരായണായ എന്ന് കൊണ്ട് ഉച്ചരിക്കുക. ഇത് കൃത്യം ഒരു 40 ദിവസം ചെയ്തു. ആ വ്യക്തിയിൽ നല്ല മാറ്റം ഉണ്ടാകും. 70% മേൽ ആ വ്യക്തി മാറിയിരിക്കും. സ്വഭാവം, രീതികളെ, മദ്യപാനം ഇതൊക്കെ വളരെ ചേഞ്ച് ആകും. ഒരു സംശയമുണ്ട്. ദിവസവും ചെയ്യുക, രാവിലെ വൈകിട്ടും ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. വേറെ എവിടെ ഏത് വേണമെങ്കിൽ നോക്കിക്കോ, ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല. ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ എന്നാണ്. ഞാൻ ഒരുപാട് സൂക്ഷ്മവിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം, ശിവന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ശിവബോധം ഉണ്ടാകുന്ന ഓച്ചിറ ഉണ്ടിക്കാവി ഇരിക്കുമ്പോഴാണ്. അത് ആ ശിവബോധമാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതല്ല. ഇനി ഓം നമോ നാരായണയുടെ രഹസ്യം പറഞ്ഞുതരാം. ഈ ഓം നമോ നാരായണയോ ഓം നമ ശിവായ എല്ലാം ഒന്ന് തന്നെ കേട്ടോ. അത് ഒരു രഹസ്യമാണ്. നിങ്ങൾ പക്ഷാപാതം കാണിക്കരുത്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഓം നമോ നാരായണയുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഓം എന്ന മന്ത്രത്തിനകത്ത് ആ ഉ മ 3 അക്ഷരങ്ങളുണ്ടല്ലേ. അത് 3 അക്ഷരങ്ങളും വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഇങ്ങനെ ആ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ആ 3 പേരും ഉണ്ട്, 3 ശക്തികളും ഉണ്ട് ഓമിനകത്ത്. അപ്പോൾ ഓം എന്നുള്ള ആ ബീജം ഓം നമോ നാരായണക്കകത്ത് ഓൾറെഡി ഉണ്ട്, നമ്മൾ ചേർക്കുന്നതല്ല. ഓം നമോ നാരായണക്കകത്ത് ഓം ചേർക്കുമ്പോഴത് അഷ്ടാക്ഷരമാകുന്നത്, 8 അക്ഷരമാകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഓം ന മോ ന ര യ ന യ എത്രയായി? 8 അക്ഷരമായി ഇല്ലേ? ഈ 8 അക്ഷരമാകുന്നത് ഓമൂടെ ചേരുമ്പോഴാണ്. അപ്പോൾ ഓം അതിൻ്റെ അകത്തുണ്ട്. ഓം നമോ നാരായണക്കകത്ത് ഓം ഉണ്ട്. ഓം ചേർക്കാതെ ജപിക്കരുത്. ഓം അതിൻ്റെ അകത്തുണ്ട്. ഓം ചേർത്തേ ജപിക്കാവുള്ളൂ. ഓമൂടെ ചേരുമ്പോഴാണ് കണക്കൊക്കുന്നത് 8 അക്ഷരമാകുന്നത്. അങ്ങനെ ജപിക്കുമ്പോഴാണ് ബലം ലഭിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. ആ 8 എന്നുള്ള കണക്ക് ജപിക്കുമ്പോഴാണ് ബലം ലഭിക്കുന്നത്. അതുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് തന്നെ ജപിക്കണം. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. വെറുതെ നാരായണ എന്ന് വിളിക്കുന്നതല്ല. ഓം നമോ നാരായണ എന്ന് ജപിക്കുമ്പോഴാണ് 8 അക്ഷരമാകുന്നത്, കണക്കൊക്കുന്നത്. അവിടാണ് ആ ശക്തി ശരിക്കും വരുന്നത്. ഇനി ഓം നമോ നാരായണയുടെ രഹസ്യം, അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ മന്ത്രത്തിന്. എന്താ അഷ്ടപ്രകൃതികൾ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതാണ് അഷ്ടപ്രകൃതികൾ. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഈ ഓം നമോ നാരായണയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാവിലെ വീണ്ടും വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ വടക്ക് കിഴക്കേ ദിക്കിലെ ദീപനാളത്തെ നോക്കി മനസ്സ് മുഴുവൻ അവിടെ ശ്രദ്ധിച്ച് ആരാണോ നന്നാകേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് സന്തോഷത്തോടെ ഓം നമോ നാരായണായ ജപിച്ചാൽ ഒരു 2-3 തവണ ജപിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ജപിക്കാം. ഒരു 3 തവണയെങ്കിലും ജപിച്ചാൽ മതി. ദിവസവും ചെയ്യണമെന്നുള്ളൂ, രാവിലെ പോയിട്ട്. ആ വ്യക്തി മാറിയ ഒരുപാട് ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്ത് മാറിയിരിക്കും. മാറാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ശക്തിയുണ്ട് ഈ മന്ത്രത്തിന്. അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കുന്നതാണ് ഭഗവാന്റെ ഈ മന്ത്രം. മാത്രമല്ല, ഈ മന്ത്രം ജപിക്കുമ്പോൾ കഷ്ടങ്ങളും, കഷ്ടമെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ, 8 കഷ്ടപ്പാടുകൾ മാറും.
അതെന്താ ഈ 8 കഷ്ടപ്പാടുകൾ? കാമം. കാമം എന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹം കൊണ്ട് നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം കൊണ്ട് നല്ല കാര്യമുണ്ട്, ആഗ്രഹം കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ആഗ്രഹം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നല്ല ഒരു രീതിയിലുള്ള ആഗ്രഹങ്ങളല്ല. കാമം, അതുപോലെ ക്രോധം. ക്രോധം എന്ന് വെച്ചാൽ ദേഷ്യം, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദേഷ്യം. ലോഭം. ചിലരോട് ചോദിക്കും ലോഭത്തിൻ്റെ അർത്ഥം എന്തുവാ? ലോഭം എന്ന് വെച്ചാൽ ലോഭമാണല്ലോ, നമ്മൾ ഏതും മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ്. ലോഭത്തിൻ്റെ അർത്ഥം അത്യാഗ്രഹം. അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം നമുക്ക് ഒരു സാമാന്യ വരുമാനമുണ്ട്, മര്യാദക്കൊക്കെ ജീവിച്ചു പോവുക. അപ്പോഴായിരിക്കും അടുത്ത വീട്ടിലെ ഒരുത്തൻ ഒരു വീട് കുറച്ച് വലിയ രീതിയിൽ വെക്കുന്നത്. അപ്പം തോന്നും, ഇപ്പം വീട്ടിലിപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ തോന്നും, വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പറയും, അവരുടെ വീട് എന്നാ വീടാണ്, നിങ്ങളുടെ വീട് വളരെ മോശമാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് അയാളെ പോലെ ആകണം. ഒരു അത്യാഗ്രഹമാണ്. ലോൺ എടുക്കും, വീട് വെക്കും, ലാസ്റ്റ് ജീവിതം മുഴുവൻ ലോൺ അടച്ച് തീർത്ത് ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കും. അങ്ങനെയാണ് ഈ കഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അത്യാഗ്രഹം, അതായത് എനിക്ക് എൻ്റെ വരുമാനം അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം ലോഭം, അത്യാഗ്രഹം, മോഹം. മോഹം എന്ന് വെച്ചാൽ മോഹം നല്ലത് തന്നെയാണ്, പക്ഷേ ആവശ്യമില്ലാത്ത മോഹിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഈ നമ്മളുടെ മാതാപിതാ ഗുരു ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. ആവശ്യമില്ലാത്തവരെ മോഹിക്കുമ്പോഴാണ്, നമുക്ക് അനർഹമായത് മോഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാ നാശങ്ങളും ഉണ്ടാകുന്നത്. അതാര് മോഹിച്ചാലും ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ പണി കിട്ടുക തന്നെ ചെയ്യും. ആവശ്യമില്ലാത്ത മോഹങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് എത്ര വലിയ തലപ്പത്തിരിക്കുന്നവരെയും താഴെ കൊണ്ടുവരും. അപ്പോൾ ഈ മോഹം. മതം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു വൈകാരികമായ ഒരു വളരെ പ്രശ്നകരമായ ഒരു വൈകാരികത. മത്സരം. അവൻ്റെ മോനെക്കാട്ടും കൂടുതൽ മാർക്ക് എൻ്റെ മോനെ മേടിക്കണം, അവനൊരു കാറ് മേടിച്ചാൽ അതിനെക്കാട്ടി വലിയ കാറ് മേടിക്കണം. ഇങ്ങനെ മാത്സര്യം, ആവശ്യമില്ലാത്ത മാത്സര്യം. അതുപോലെ ഡംബെന്ന് വെച്ചാൽ പൊങ്ങച്ചം. എപ്പോഴും പൊങ്ങച്ചം, സ്വയം പുകഴ്ത്തുക, ഞാനാണ് ഏറ്റവും വലിയ ആൾ, എന്നൊക്കെ പിന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊങ്ങച്ചം. അത് ഈശ്വരൻ തന്നെയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ഇത് ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അസൂയുള്ളവരിൽ ഈശ്വരൻ പ്രവർത്തിക്കത്തില്ല. അസൂയ ഒരു കാര്യത്തിനും പാടില്ല. അപ്പം ഈ 8 കഷ്ടങ്ങളെ ഇല്ലാതാക്കും. എന്തുവാ? ഓം നമോ നാരായണായ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ജപിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമല്ലോ എന്നറിയാം. പിന്നെ ഓം നമോ നാരായണായ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് സന്യാസിമാരിൽ നിന്ന് കിട്ടിയ അറിവാണ് കേട്ടോ. നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ്. ഞാൻ വെറുതെ ഫ്രീ ആകുമ്പോൾ പോയി അവധൂത സമാധികളിൽ ധ്യാനിക്കുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഓം എന്ന് നിങ്ങൾ കണ്ണ് തുറന്നു തന്നെ നിങ്ങളുടെ കുളി കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാദത്തെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. ഓം എന്ന് ജപിക്കുക. പാദം തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. മുട്ട് തൊട്ട് അരക്കെട്ട് വരെയുള്ള ഭാഗം ചിന്തിച്ച് മോ എന്ന് ജപിക്കുക. അപ്പോൾ ഓം നാ മോയായി. ഇനിയും അരക്കെട്ട് മുതൽ നെഞ്ച് വരെയുള്ള ഭാഗം മനസ്സിൽ ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ അവിടെ മുതൽ തൊണ്ടയുടെ അവിടെ വരെയുള്ള ഭാഗം ചിന്തിച്ച് രാ എന്ന് ജപിക്കുക. അപ്പോൾ ഓം നമോ നാര. ഇനിയും തൊണ്ട ഭാഗം നാ. ഒന്നുകൂടെ പറയാം. പാദം ചിന്തിച്ചു ഓം എന്ന് ജപിക്കുക. പാദം തൊട്ട് അരക്കെട്ട് വരെയുള്ള ഭാഗം ചിന്തിച്ച് നാ ജപിക്കുക. അരക്കെട്ട് മുതൽ പിന്നെ വയറിൻ്റെ താഴെ വരെയുള്ള ഭാഗം ചിന്തിച്ച് മോ എന്ന് ജപിക്കുക. ഓം നമോ. പിന്നെ ഈ അരക്കെട്ടിൻ്റെ മുകളിൽ മുതൽ നെഞ്ചിൻ്റെ താഴെ വരെയുള്ള ഭാഗം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ താഴെ മുതൽ ഇവിടം വരെയുള്ള കഴുത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗം ചിന്തിച്ച് നാര. ഈ തൊണ്ട ചിന്തിച്ച് നാ. ഓം നമോ നാര. തൊണ്ട ഭാഗം ചിന്തിച്ച് യാ. അപ്പോൾ ഓം നാ മോ നാ ര. യായാണ് തൊണ്ട ഭാഗം. അപ്പം ഒന്നുകൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ പറയാം. പാദം ചിന്തിച്ച് ഓം എന്ന് ജപിക്കുക. പാദം തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക.
മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം ചിന്തിച്ച് മോ എന്ന് ജപിക്കുക. അപ്പോൾ ഓം നമോയായി. ഇനിയും അരക്കെട്ടിൻ്റെ അവിടെ മുതൽ ഈ നെഞ്ചിൻ്റെ താഴെയുള്ള ഭാഗം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ താഴെ മുതൽ തൊണ്ടയുടെ അവിടം വരെയുള്ള ഭാഗം ചിന്തിച്ച് രാ എന്ന് ജപിക്കുക. തൊണ്ട മുഴുവൻ യാ, മുഖം നാ, ഉച്ചി യാ. അപ്പോൾ ഓം നമോ നാരായണായ ഇങ്ങനെ ജപിച്ചു നോക്കിക്കേ. എല്ലാ ആപത്തും ഭഗവാൻ തടുക്കും. നിങ്ങൾക്ക് ഒരു ഭഗവാന്റെ കവചം ഉണ്ടാകും. വലിയ മാലാമന്ത്രങ്ങളോ ഇത് അക്ഷരങ്ങൾ, ഇതുപോലുള്ള അക്ഷരങ്ങളിലുള്ള വിദ്യകളുണ്ട്. ഭഗവാൻ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനിയും ഇതിപ്പം ആദ്യം പറയണമെന്ന് വിചാരിച്ച, പക്ഷേ ഇത്രയും വിവരിച്ച് വന്നപ്പോൾ, കാരണം ഇത് ഇത്രയും വിവരിച്ച് നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ ഓം നമോ നാരായണായ ജപിക്കും. നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇത് ചെയ്യും. നിങ്ങൾ ശിവന് വഴിപാട് ചെയ്യും. നിങ്ങളുടെ ജീവിതം മാറും. അത് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാകും. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലാകുമ്പോഴേ നിങ്ങൾ ചിലപ്പം ഇപ്പം എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ബോധ്യമാകണം. മനസ്സിന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ്, അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാകണം. ആ കാരണം മനസ്സിലാകാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ചെല്ലും. അല്ലെ നിങ്ങളുടെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകത്തേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. അതിനാണ് ഇത്രയും പറഞ്ഞു തന്നത്. ഏതും അങ്ങനെയാണ്. ഇനിയും നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നു. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരേതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഒരിടത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് നടക്കുന്നില്ല, അവരായിട്ട് നടത്തുന്നു. അപ്പോഴേ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് സാധിക്കണം. അതിനുള്ളൊരു വിദ്യ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ഇത് ആദ്യം ചെയ്യുക. ഒരു തവണ ഇടതുമുക്കി കൂടി ശ്വാസം എടുത്ത് മനസ്സിൽ ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ. ഒന്നുകൂടെ പറയാം. ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ. ഇത് ജപിക്കുക, മനസ്സിൽ ജപിക്കുക. എന്നിട്ട് വലതുമുക്കി കൂടെ വിടുക. വീണ്ടും വലതുമുക്കി കൂടെ ശ്വാസം എടുത്ത് മനസ്സിൽ ഈ മന്ത്രം ജപിച്ച് ഇടതുമുക്കി കൂടെ വിടുക. ഓം ചേർക്കണ്ട, ഒരു മൂക്കും അടച്ചു പിടിക്കണ്ട, സങ്കല്പിച്ച് ചെയ്താൽ മതി. ഒരു തവണ ചെയ്യുക. എന്നിട്ട് മനസ്സിൽ ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ ഇത് മനസ്സിൽ ജപിക്കുക. 1, 2, 3 തവണ. എന്നിട്ട് നിങ്ങൾ എവിടെ പോകുമ്പോഴും ഈ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് നിങ്ങൾ അവിടോട്ട് ചെല്ലുക. കൃത്യം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. ഭദ്രകാളിയിൽ നിങ്ങൾ വിളിച്ചെന്നാൽ നിങ്ങളുടെ ആ കാര്യം ഭദ്രകാളി നമ്മൾ നടത്തി തരും. ഇത് ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരാൾ ചെയ്ത് അയാൾക്ക് ഒരു വലിയ ക്യൂ നിൽക്കുമായിരുന്നു. വളരെ തിരക്കാണ്. പുള്ളി ആ പുറകിൽ നിന്ന് വിളിച്ച് പുള്ളിയുടെ കാര്യം സാധിച്ചു കൊടുത്തു. ഇനി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിടത്തൊരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പം ഇവിടെ എനിക്ക് പരിചയമുള്ള ആരുമില്ല. പക്ഷേ ഞാൻ ഈ വിദ്യ ചെയ്തെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞു തരാനും കൂടി അപ്പം ഒന്ന് ഞാൻ അന്ന് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉടനെ അവിടെ നിന്ന് ആ ഒരു ബാങ്കാണ്. ബാങ്കിലെ അകത്ത് നിന്ന് ഒരു ലേഡി പെട്ടെന്ന് ഓടി വന്നു എൻ്റെ ഇത് മേടിച്ചിട്ട് അവിടെ ഇരുന്ന വേറൊരു സ്റ്റാഫിനോട് പറഞ്ഞു കൊടുത്തു. ഇത് പുള്ളിയുടെ ഇതൊന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടി. എൻ്റെ പ്രശ്നം പരിഹരിച്ചു പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാനവിടെ കുറേ നേരം ഇരിക്കേണ്ട, കാരണം ആളുകൾ വളരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടുമില്ല. ഞാൻ അങ്ങോട്ട് ഇടിച്ചു തരുന്ന ഒരാളല്ല. അപ്പം ഇത് അനുഭവമാണ്. അതുപോലെ ഇത് ചെയ്തവർക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സെയിൽസ്മാൻമാരെ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അതിനോട് നല്ല സെയിൽസ് പ്രൊമോഷന്, അവരുടെ ജീവിതത്തിൽ വരുമാനം, അവർക്ക് ഉയർച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിയ കാര്യമാണ്. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇന്നല്ലേ നാളെ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആയിരിക്കും. ചിലപ്പോൾ ഒരു തവണ ചെയ്താലൊക്കെ ഫലം കിട്ടുമെന്ന് ചിലർക്ക് കിട്ടാം. ചിലർക്ക് ചിലപ്പം കൂടുതൽ തവണ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഫലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഫലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷേ പറഞ്ഞത് അവസാനമായിപ്പോയി. കാരണം ഞാൻ ആദ്യം ശിവനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് ശരിയായിട്ട് ചെയ്താലേ നിങ്ങൾക്കത് ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. കാരണം നിങ്ങൾക്കതൊരു ഗുണം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഈശ്വരാന്നൊന്ന് വിളിക്കുമ്പോൾ
നമുക്കും അതൊരു സന്തോഷമാണ്. ഈശ്വരനെല്ലാം അറിയാം. നമ്മുടെ നാവുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, അതെല്ലാം ഈശ്വരനറിയാം. അപ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. നിങ്ങൾക്കൊരു കാര്യം സാധിക്കും, ഈശ്വര എന്ന് വിളിക്കുമ്പോൾ ആ വിളി ഈശ്വരൻ കേൾക്കും. എനിക്ക് അതിന് അവസരം തന്ന ഈശ്വരനും ഞാനും ആ ഒരു ഈശ്വരനെ എപ്പോഴും ചിന്തിച്ചാൽ പറഞ്ഞിരുന്നു. പിന്നെ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അഷ്ടകഷ്ടങ്ങളെ മാറ്റും, അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കും. അങ്ങനെയുള്ള മന്ത്രം ഓം നമോ നാരായണായ. അത് എന്തുകൊണ്ടാണ് എട്ടെന്നുള്ള കണക്ക് ജപിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഓം നമോ നാരായണ, 8 അതിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഓമിനകത്ത് ബ്രഹ്മാവും ശിവനും വിഷ്ണുവും ശിവനും ബ്രഹ്മാവും എല്ലാം ഓമിനകത്തുണ്ട്, എല്ലാ ശക്തികളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതങ്ങനെ മനസ്സിലാക്കി ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ വരും. അതുപോലെ തന്നെ വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കുമ്പോൾ, വടക്ക് കിഴക്ക് നാളത്തെ നോക്കി ജപിക്കുമ്പോൾ ഏത് വ്യക്തിയെ ചിന്തിച്ചാൽ ആ വ്യക്തി തന്നെ പോലും രക്ഷപ്പെടും. സന്തോഷത്തോടെ ജപിക്കും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെ നിങ്ങളുടെ കുടുംബത്തിലല്ലേ, നിങ്ങളുടെ ഭർത്താവിനല്ലേ, നിങ്ങളുടെ ഭാര്യയ്ക്കല്ലേ, നിങ്ങളുടെ മക്കളൊക്കെ മാറും. എത്രയോ ആളുകളുടെ ജീവിതം മാറും. അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലേക്ക് ഈ നല്ല കാര്യങ്ങൾ എത്തിക്കുക. ഇപ്പം എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ വിചാരിച്ച എല്ലാവരിലും എത്തത്തില്ല. കാരണം നമ്മുടെ വീഡിയോ അധികം ആളുകളും കാണാറില്ല. കാരണം ഇത് ഞാൻ പറയുന്നതെല്ലാം അനുഭവങ്ങളും ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളും. ഞാൻ ഏതൊരു കാര്യം എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് എടുത്ത് നോക്കിക്കോ, വിശദീകരിച്ച് ഒരാൾക്ക് പ്രയോജനം കിട്ടണം. അതിനുവേണ്ടി അവർക്ക് ഏതൊരാൾക്കും ആ ഒരു പ്രാർത്ഥനയിൽ ഏറ്റവും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് അത് ചെയ്ത ഫലമുണ്ടാകണം. അതേ രീതി വിവരിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് അധികം ആളുകൾ കാണണമെന്നില്ല. കാരണം ആളുകൾക്കെല്ലാം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലെ 10 മിനിറ്റ് പോലെ എന്തെങ്കിലും കാര്യം കേട്ടു, അപ്പോൾ അതിനുള്ള ഫലം കിട്ടത്തുള്ളൂ. അതിന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ എന്നെ ഫലം കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോഴല്ലേ ഫലം ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ ക്രിയായോഗ തന്നു. 5 മിനിറ്റ് കൊണ്ട് ക്രിയായോഗ എന്നാൽ എങ്ങനെ ഇരിക്കും? 5 മിനിറ്റ് കൊണ്ട് ക്രിയായോഗ തന്നു അതുപോലെ ഇരിക്കും. എൻ്റെ ഗുരുനാഥൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദമാക്കി പറഞ്ഞു തന്നുകൊണ്ടാണ് എനിക്കത് ചെയ്താൽ ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾക്ക് പ്രയോജനമുള്ള രീതി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അയാളുടെ ജീവിതം മാറുന്നത്. 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ കാണുന്നത് അതുപോലെ ഇരിക്കത്തേ ഉള്ളൂ. പ്രയോജനം ഉണ്ടാകുന്നതെല്ലാം അല്പം ക്ഷമയോടെ സഹനത്തോടെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. തലവരെ മാറ്റത്തുള്ളൂ, തലയിലെടുത്ത് മാറ്റത്തുള്ളൂ, ജീവിതം മാറ്റത്തുള്ളൂ. തലവരെ മാർഗം എന്ന് വെച്ചാൽ നമ്മൾക്ക് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റാണെങ്കിൽ അതിനുള്ള കാര്യം ചെയ്യണം. ഒരു കളി പോലും ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിയാണെന്ന് വിചാരിച്ചു, ആ കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിക്കണം, അല്ലാതെ കളിക്കുക. ജയിക്കാൻ വേണ്ടി കളിച്ചാലേ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു വഴിപാട് ഫലിക്കണമെന്നുണ്ടെങ്കിൽ ആ വഴിപാട് ഫലിക്കാനുള്ള കാര്യങ്ങൾ ആരും ചെയ്യുമ്പോഴേ അത് ഫലം ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ചെയ്യാം, വെറുതെ കുറേ കാര്യങ്ങൾ കേൾക്കാം. അങ്ങനെയുള്ള കാര്യം ഇന്നേ അവർ വീഡിയോ പറഞ്ഞിട്ടില്ല. ഒരാളെ കണ്ടുണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിൽ മാറ്റം വരണം. അതെനിക്കൊരു സംതൃപ്തിയാണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, ചെയ്യത്തുള്ളൂ വീഡിയോ. അല്ലാതെ ഇന്നേ വരെ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിക്കോ, ഒരു യുക്തിയില്ലാത്ത കാര്യം, ഒരു വെറുതെ ഒരു കാര്യം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. സത്യസന്ധമായ ഒരാളുടെ ജീവിതം മാറ്റിയിട്ടുള്ള കാര്യം, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം, ഒരു യുക്തിയുള്ള കാര്യം, ഒരു നന്മയുള്ള കാര്യം, അത് പരമാവധി മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.